ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക്, ഒരു പുതിയ രാവിലെയിലേക്ക്. അപ്പോൾ പതിവ് പോലെ പറയുന്നത് പോലെ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ നിന്നും അന്തർദേശീയ തലത്തിൽ നിന്നുമൊക്കെ ഒരുപാട് വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ വാർത്തകളിലേക്കും നമുക്ക് സമഗ്രമായി വിശദമായി കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണം പാർലമെന്റിൽ ഉന്നയിക്കാൻ കോൺഗ്രസ്. ചർച്ച വേണമെന്ന് നോട്ടീസ് നൽകും. ബംഗളൂരുവിൽ ഇന്ന് രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ കോൺഗ്രസ്. Do you expect increased trade negotiations, since you've announced the 50% tariff? No, not until we get it resolved. തീരുവ തർക്കം തീരും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകളില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 60-ലേറെ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. ഒക്ടോബറിൽ അർജന്റീന ടീം അമേരിക്കയിലേക്ക്. ഷിക്കാഗോയിൽ 2 മത്സരങ്ങൾ കളിക്കും. ചൈന സന്ദർശനം ഒഴിവാക്കിയെന്നും സൂചന. കേരളത്തിലേക്ക് വരാൻ ഇനി സാധ്യത നവംബർ വിൻഡോയിൽ മാത്രം. കണ്ണിന് പരിക്കേറ്റ കാട്ടാന PT-5 പിടികൂടാനുള്ള ദൗത്യത്തിന് ഇന്ന് തുടക്കം. മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകും. പരിക്ക് ഗുരുതരമല്ലെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റാനും ആലോചന. ദൗത്യത്തിന് 5-അംഗ സംഘം. ബലോൺ ഡിയോർ പുരസ്കാരങ്ങൾക്കുള്ള ചുരുക്കപ്പട്ടികയായി കിലിയൻ എംബാപ്പയും ലാമിൻ യമാലും ഉൾപ്പെടെ 29 പേർ. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇല്ല. വിശദമായി നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി നടത്തിയിട്ടുള്ള ആ ഒരു വലിയ വെളിപ്പെടുത്തൽ, നല്ല ഒരു ആരോപണം എന്നേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. അതിൽ മറുപടി ചോദിച്ചിട്ടുണ്ട്. രേഖാമൂലം പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ നടപടിയിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു വലിയ ബോംബ് പൊട്ടിച്ചതിൻ്റെ അലയൊലികൾ ഇന്ന് മാത്രമല്ല, രാജ്യത്ത് ഇനി വരും ദിവസങ്ങളിലെല്ലാം അലയടിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേട് ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ചർച്ച ആവശ്യപ്പെട്ട് ഇരു സഭകളിലും ഇന്ന് നോട്ടീസ് നൽകും. വിഷയത്തിൽ സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനം. രേഖാമൂലം പരാതി നൽകാൻ ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം എന്ന ആരോപണം ഉന്നയിച്ച് ബാംഗ്ലൂരിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും. VR കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. അത്രയേറെ സ്നേഹിച്ച ജനാധിപത്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന പരാമർശത്തോടു കൂടിയാണ് വലിയ ആരോപണം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ഇനി വരാൻ പോകുന്ന രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ എത്രത്തോളം തരത്തിൽ പ്രക്ഷുബ്ധമാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും രേഖാമൂലം പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ നീക്കങ്ങളിലേക്കൊന്നും കോൺഗ്രസ് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പാർലമെന്റിന് പുറത്തും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടാൻ ആലോചിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഷേധത്തെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുക? BJP ഏത് തരത്തിൽ ഈ വിഷയത്തെ പ്രതിരോധിക്കും? ഗുഡ് മോർണിംഗ് ആര്യ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന വിശ്വാസമാണ് നമ്മുടെയൊക്കെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. അതിന്മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ആരോപണങ്ങളും അതിൻ്റെ ചർച്ചകളുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്ന് ഇപ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സഭയിലും പുറത്തും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത് സംബന്ധിച്ച ചർച്ച നടത്തണമെന്ന നോട്ടീസ് നൽകും. നമുക്കറിയാം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പാർലമെന്റിന് അകത്തും പുറത്തും കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ പ്രതിഷേധം ഉയർത്തി വരികയാണ്. നിരവധി ആരോപണങ്ങളാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സുപ്രീം കോടതിയിൽ ആ വിഷയം പരിഗണനയ്ക്കിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം രാഹുൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട
ആരോപണങ്ങളെ കാണാൻ. ഇത് രണ്ടും കൂടിയാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ആദ്യഘട്ടം ഇന്ന് ബാംഗ്ലൂരുവിൽ തുടങ്ങുകയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടും അതോടൊപ്പം തന്നെ വോട്ടുകൊള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിൽ 8 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 കോൺഗ്രസ് വലിയ ലീഡ് നേടിയിരുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 82,000 വോട്ടായിരുന്നു ലീഡ് നേടിയിരുന്നത്. എന്നാൽ മഹാദേവപുര എന്ന ഒരു മണ്ഡലത്തിൽ മാത്രം BJP കൂറ്റൻ ലീഡ് നേടുകയും ആ മണ്ഡലം സ്വന്തമാക്കുകയും ചെയ്തു. ഈ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കുന്നത്. ഇന്ന് ബാംഗ്ലൂരുവിലെ ഫ്രീഡം പാർക്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം നടത്തും. 1 ലക്ഷം പേരെ അണിനിരത്തിയുള്ള പ്രതിഷേധമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഈ പ്രതിഷേധത്തിന് രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വം നൽകുകയും ചെയ്യും. മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാകും ഈ പ്രതിഷേധ മാർച്ച് എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല തിങ്കളാഴ്ച മുതൽ ഈ വിഷയത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങളും ശക്തമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യത്തിലെ ഇപ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, AAP അടക്കമുള്ളവർ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാകും കോൺഗ്രസ് നേതൃത്വം നൽകുക. ആര്യ, മറ്റൊന്ന് ഇത് സംബന്ധിച്ച തുടർ നടപടികൾ എന്താകും എന്നതാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച സത്യപ്രസ്താവന രേഖാമൂലം എഴുതി നൽകണം. അത്തരത്തിൽ പരാതി നൽകിയാൽ അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കും എന്നാണ് ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ എന്താകും? നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് സംബന്ധിച്ച നിയമോപദേശം കോൺഗ്രസ് തേടിയിട്ടുണ്ട്. ഈ വിദഗ്ധ നിയമോപദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ നിരത്തിയുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വരും ദിവസങ്ങളിൽ ശക്തമായി നിലനിർത്തുകയും ചെയ്യും. മാത്രമല്ല ബീഹാറിൽ ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ബീഹാറിലടക്കം പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ ക്രമക്കേടും അതോടൊപ്പം തന്നെ ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ സംബന്ധിച്ചും ഉള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. എന്തായാലും ഇന്ന് ബാംഗ്ലൂരുവിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് മഹാദേവപുര മണ്ഡലത്തിൽ 1.1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം BJP പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അവിടെ നിന്ന് തന്നെയാണ് രാജ്യത്താകെ വ്യാപിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധത്തിന് ഇന്ന് തുടക്കമാകുന്നതും. കാർത്തിക്, നമുക്കറിയാം ചെറിയ വിഷയമല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത്. തെളിവ് സഹിതം നിരത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അത് ഒരു തരത്തിൽ ഇപ്പോൾ BJP നടത്തിയതുപോലെ സ്ഥിരമായി തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല. കൃത്യമായ മറുപടി നൽകേണ്ടതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതാണ്. അപ്പോൾ ഈ സത്യപ്രസ്താവന രേഖാമൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് പക്ഷേ നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിനപ്പുറം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ വിഷയത്തിൽ ജനാധിപത്യത്തെ ഇത്രത്തോളം ഹനിക്കപ്പെട്ട കൊന്നുകളഞ്ഞ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് സുപ്രീം കോടതിയാണ് എന്നുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലാണോ ഇനി പാർട്ടി തേടുന്നത്? സ്വാഭാവികമായും നിയമപരമായ തുടർ നടപടികൾ തന്നെയാണ് ഉണ്ടാവുക. കാരണം പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ വിഷയം ഉന്നയിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം സജീവമായി ഉന്നയിക്കുകയും പല ഘട്ടങ്ങളിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ ഈ ആരോപണങ്ങൾ തള്ളുന്ന ഒരു സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പല കാര്യങ്ങൾക്കും തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത് എന്നത് നിർണായകമാണ്. പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തെളിവ് സഹിതം നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വോട്ടർക്ക് തന്നെ പല മണ്ഡലങ്ങളിലെ പല ബൂത്തുകളിൽ വോട്ട്, മാത്രമല്ല വോട്ടർ പട്ടികയിൽ പേരും മേൽവിലാസവും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വ്യത്യാസം. ചില വോട്ടർ പട്ടികയിലെ അംഗങ്ങളുടെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്തും അതോടൊപ്പം തന്നെ മേൽവിലാസിൻ്റെ സ്ഥാനത്തുമൊക്കെ അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത്. അത്തരത്തിൽ അവ്യക്തമായ നിരവധി ദുരൂഹതകൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു. അത് നീക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തം കൂടി മാറിയിരിക്കുകയാണ് പുതിയൊരു പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാവും കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സത്യപ്രസ്താവനയുടെ നൽകുമോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ഒരു സമീപനം ഉണ്ടാകില്ല എന്ന പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ രാജ്യത്താകെ
ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുനരാലോചന ഉണ്ടാകുമോ എന്നതും നിർണായകമാണ്. എന്തായാലും നമ്മുടെ വോട്ട്, നമ്മുടെ അവകാശം, നമ്മുടെ സ്വാതന്ത്ര്യം, ഈ ഒരു മുദ്രാവാക്യം ഉയർത്തി രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ബീഹാർ വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. അതാണ് പാർലമെന്റിലും സജീവ ചർച്ചയായി ഇപ്പോൾ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളായി നടക്കുന്നതും. ഈ വിഷയത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷം സുപ്രീം കോടതിയിലേക്കും സ്വാഭാവികമായും പാർലമെന്റിൽ ഇന്ന് 2 സഭകളിൽ നോട്ടീസ് നൽകും. ആ നോട്ടീസ് നൽകുക ബീഹാർ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷം ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിലടക്കം സർക്കാർ എന്താണ് മറുപടി നൽകുക എന്നത് നിർണായകമാകും. അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് രംഗത്ത് വന്നത്. ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ കാര്യമാക്കേണ്ടതില്ല, ഇത് നേരത്തെ ചർച്ച ചെയ്തതാണ് എന്നടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എന്ത് വിശദീകരണമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഏവരും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നത്. തീർച്ചയായും VR കാർത്തികാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ എന്ത് മറുപടി ഉണ്ടാകും എന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്, കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ദേശീയ രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കാൻ പോകുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുമോ, നിയമപരമായ ഏതൊക്കെ തരത്തിൽ ഈ വിഷയം ഇനി മുന്നോട്ട് പോകും എന്നതും ദേശീയ രാഷ്ട്രീയം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇനി നമ്മൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ, കോൺഗ്രസിന്റെ തന്നെ വിഷയത്തിലേക്ക് എത്തിയാൽ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് പുനഃസംഘടന ഒരു കീറാമുട്ടിയായി ഇപ്പോഴും നിൽക്കുകയാണ് എന്നത് വാസ്തവമാണല്ലോ, പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ പുനഃസംഘടനയിൽ തലസ്ഥാനത്ത് തലമുറ മാറ്റത്തിന് വഴിയൊരുക്കാതെ താൽക്കാലിക അധ്യക്ഷനായ എൻ ശക്തനെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനുള്ള നീക്കത്തിനെതിരെ അമർഷം പുകയുന്നു എന്നതാണ് പുതിയ വാർത്ത. അതിനിടെ കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ കരുനീക്കം നടത്തിയ കോഴിക്കോട് നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ സുധാകരൻ പക്ഷവും വിയോജിപ്പ് ശക്തമാക്കിയിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പുവരുത്തി പുനഃസംഘടന പൂർത്തിയാക്കാൻ ഇരിക്കെയാണ് നേതൃത്വത്തിന് മുൻപിലേക്ക് ഈ ഒരു പുതിയ വെല്ലുവിളി വരുന്നത്. ഗ്രൂപ്പ് നേതാക്കളുമായും പാർട്ടിയിൽ നിർണായക സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളുമായും അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി അനുനയ നീക്കത്തിലൂടെ പുനഃസംഘടനാ പട്ടിക പുറത്തു വരാനിരിക്കെയാണ് പരിഗണനാ പട്ടികയിലെ ചില പേരുകൾക്കെതിരെ വിയോജിപ്പ് പരസ്യമാകുന്നത്. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുമ്പോട്ട് വെച്ച ചെമ്പഴന്തി അനിലിന്റെയും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ശരത് ചന്ദ്ര പ്രസാദിന്റെയും പേരുകൾക്ക് പുറമെ M വിൻസെന്റ്, മണക്കാട് സുരേഷ്, KS ശബരിനാഥൻ തുടങ്ങിയ പേരുകളും നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ തലമുറ മാറ്റത്തിനെതിരെ തലസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒന്നിച്ചതോടെയാണ് അധ്യക്ഷ സ്ഥാനത്ത് N ശക്തൻ തന്നെ തുടരാനുള്ള സാധ്യതയേറിയത്. ശക്തനെ തുടരാൻ അനുവദിക്കുന്നതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടാർ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പാർട്ടിയിലെ രണ്ടാം നിരയുടെ ആക്ഷേപം. അതിനിടെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കാൻ രഹസ്യ ഇടപെടൽ നടത്തിയ KPCC ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ സുധാകരൻ പക്ഷവും എതിർപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിലെ ഒരു പ്രമുഖനുമായി അണിയറ നീക്കം നടത്തിയതിനുള്ള പ്രതിഫലമായാണ് ഇയാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് സുധാകരന്റെ ആക്ഷേപം. ഈ നീക്കത്തിനെതിരെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കെ സുധാകരൻ പരസ്യ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. എതിർപ്പുകൾ വകവയ്ക്കാതെ പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കിയാൽ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലെ തീരുവ തർക്കം അതിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായ തീരുവ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ തർക്കത്തിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകൾ ഇല്ലെന്ന് ട്രംപ് നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അതിനിടെ ആഗോളതലത്തിൽ സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെ 60-ലേറെ രാജ്യങ്ങൾക്കുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. തീരുവ വിഷയത്തിൽ പരമാധികാരം സംരക്ഷിച്ചേ നിലപാട് സ്വീകരിക്കൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അത് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ ആദ്യം. On the India tariffs, do you expect increased trade negotiations, since you've announced the 50% tariff? No, not until we get it resolved.
MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ തീരുവ സംബന്ധിച്ചുള്ള യുദ്ധം നടക്കുന്നതിനിടയിലും ഭംഗമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഈ ഉഭയകക്ഷി കരാറുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. പക്ഷേ ഇനി ആ ചർച്ചകളും വേണ്ട, തീരുവ വിഷയത്തിൽ തീരുമാനമാകും വരെ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്, അറത്തുമുറിച്ച പോലെ പറഞ്ഞിരിക്കുകയാണ് ട്രംപ്, അല്ലേ? അതെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. അതായത് ഇടഞ്ഞു തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ താരിഫ് യുദ്ധത്തിനിടയിൽ തന്നെ ഈ വ്യാപാര ചർച്ചകൾ ഇതിനിടയിൽ തുടർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 5 മാസമായി ഈ വ്യാപാര ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം US നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടങ്ങൾക്കായി ഇന്ത്യയെ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ ഈ വ്യാപാര യുദ്ധത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഒരു പരിഹാരമാകുന്നത് വരെ മറ്റ് കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കില്ല എന്ന് ഇപ്പോൾ ട്രംപ് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ ചർച്ചകൾ വഴിമുട്ടിയത് കാർഷിക രംഗത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു, കാർഷിക കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ചർച്ചകൾ വഴിമുട്ടിയത്. പക്ഷേ അതിൽ ഇപ്പോൾ പൂർണ്ണമായും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റൊരു തലത്തിലേക്ക് കൂടി ഒരു വ്യാപാര യുദ്ധം മാറുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് 60-ലേറെ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിട്ടുള്ള ഈ പകരച്ചുകം അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച 25% പകരച്ചുകമാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. അതായത് അത് ഈ മാസം 27 ഓഗസ്റ്റ് 27-നായിരിക്കും അത് പ്രാബല്യത്തിൽ വരിക. അങ്ങനെ വരുമ്പോൾ 50% മുകളിലേക്ക് ഇന്ത്യ പകരച്ചുകം നൽകേണ്ടതായിട്ട് വരും. ആ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ത്യക്ക് പുറമെ ബ്രസീലിനും മാത്രമാണ് ഇത്തരത്തിൽ 50% ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ നോക്കുമ്പോൾ സിറിയയാണ് പിന്നീട് തൊട്ട് താഴെ സ്ഥാനത്തുള്ളത്. 41% സിറിയയ്ക്കും മേൽ ഇത്തരത്തിൽ പകരച്ചുകം ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സിൽവയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. ആ സംഭാഷണത്തിൽ 1 മണിക്കൂറോളം നീണ്ടുനിന്ന സംഭാഷണത്തിൽ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ചർച്ചയാകുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം വരികയും ചെയ്തു. അതേസമയം ഈ വിഷയം, അതായത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താരിഫ് അത് വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. കാരണം ഈ 50% വരുമ്പോഴത്തേക്കും US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ഭൂരിഭാഗം, അതായത് 55%-ഓളം ഉൽപ്പന്നങ്ങൾക്ക് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും, വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അതായത് പ്രത്യേകിച്ച് ഈ സമുദ്ര ഉൽപ്പന്നങ്ങൾ, ഒപ്പം തന്നെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളെ അത് പൂർണ്ണ സ്തംഭനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ നേരത്തെ തന്നെയൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തെയും ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, നിലപാട് വ്യക്തമാക്കി കഴിയുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. കാരണം വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എസ് ജയശങ്കർ ഈ വരുന്ന ആഴ്ച മോസ്കോ സന്ദർശിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ NSAയുടെ തലവൻ അജിത് ഡോവൽ അടക്കമുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. വ്യാപാര ചർച്ചകൾക്ക് പുറമെ മറ്റ് ഈ ആയുധവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കരാറുകളിലേക്ക് ഏർപ്പെടുക, കൂടുതൽ തീരുമാനമെടുക്കുക, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബന്ധം ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി ഇന്ത്യയെ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുമിച്ച് ഈ തീരുവ യുദ്ധത്തെ നേരിടാം എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിലും ഈ റഷ്യയെ തള്ളിപ്പറയാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി ഒരു തരത്തിലും അതിൽ മുട്ടുമടക്കില്ല എന്ന നിലപാട് ഇന്ത്യ ശക്തമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തതാണ്. അതായത് ഇന്ത്യയുടെ തീരുമാനം, അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതാണ്, കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്നത് എന്ന കാത്തിരിപ്പാണ് ഇന്ത്യ ഉള്ളത്. എന്തായാലും നിലവിൽ ഈ വ്യാപാര ചർച്ചകൾക്ക്, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അത് വഴിമുട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മിഥുൻ, നമുക്കറിയാം അടുത്ത ആഴ്ച US-ൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ ഒരു 6ാം വട്ട ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് വരാനിരിക്കെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ടല്ലോ. ഒരു
മറുവശത്ത് ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് ആടി ഉലയുമ്പോൾ മറുവശത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം കൂടി. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും അതിനിടയിൽ ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ഊഷ്മളമായ ബന്ധവുമൊക്കെ അതുകൂടി ആടി ഉലയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത് നിലവിലത്തെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ? തീർച്ചയായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഉറ്റ സുഹൃത്തുക്കളാണ്, ഇന്ത്യ തങ്ങളുടെ സൗഹൃദ രാഷ്ട്രമാണ് എന്നൊക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ആ ഫ്രണ്ട് തന്ന പണി ഇത്രയും വലിയതാകുമെന്ന് ഒരിക്കലും പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതി കാണില്ല എന്നുള്ളതാണ്. കാരണം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ 5 ഘട്ടം കഴിഞ്ഞിരുന്നു. ഈ 5 ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലായിരുന്നു അത് വഴിമുട്ടുകയും ചെയ്ത് പിന്നീട് ഈ ഒരു മാസം അവസാനത്തോടു കൂടി പ്രതിനിധി സംഘം വരുമെന്നുള്ള ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു തിരിച്ചടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ സംഘം ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു തരത്തിലുമുള്ള സ്കോപ്പില്ല എന്ന് തന്നെയാണ്. കാരണം ഈ ആഴ്ചകളിൽ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ട്രംപ് പിന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ട്രംപിനെ അനുനയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾക്ക് ഒരു തുടങ്ങുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വ്യാപാര യുദ്ധം അത് മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ളതാണ്. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാപാര യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സത്യസന്ധമായി വാർത്ത നൽകിയതിന് അതിനപ്പുറം ഈ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്ന മലയാളത്തിലെ പ്രശസ്തനായ നടൻ വിനായകനെതിരെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ News 18 ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. News 18-നും ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനുമെതിരെ ഭീഷണി മുഴക്കിയ നടൻ വിനായകന്റെ വാർത്ത പ്രേക്ഷകർ ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കും. ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഒരു പ്രതിഷേധം ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ. ദളിത് അവകാശങ്ങൾക്കായി പോരാട്ടം നടത്തുന്നവർക്ക് ബാധ്യതയാവുകയാണ് വിനായകനെന്ന് പൊതുപ്രവർത്തക ധന്യരാമൻ അടക്കമുള്ള വ്യക്തികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ധന്യരാമന്റെ പ്രതികരണം കേൾക്കാം. നമുക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇപ്പം വിനായകന്റെ ലേബൽ ഇപ്പൊ ദളിത് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ അത് മറുപടി പറയേണ്ട ഒരു അങ്ങനെ എല്ലാവരും ഞങ്ങൾക്കെതിരെയും കൂടി ഇപ്പം തിരിയാൻ തുടങ്ങി. അത്തരം വാക്കുകൾ ആരും ഉപയോഗിക്കരുത്. നമുക്ക് ഞാനൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ തെറികളൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് മനുഷ്യൻ പൊറുക്കുന്ന തെറിയാണ്. കാരണം അതിനൊരു റീസൺ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഒന്നും ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാവരും വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഭാഷ കുറച്ചും കൂടെ നല്ലതാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇല്ലെങ്കിൽ അത് പിന്നീട് ആരും അംഗീകരിക്കത്തില്ല. ഇവരെ സമൂഹം വെറുക്കും, ഒറ്റപ്പെടുത്തും. എന്തായാലും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. മോശം പെരുമാറ്റം നടത്തുന്ന വിനായകൻ ജാതി കാർഡ് ഇറക്കിയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. പറയുന്നതോ നാക്കെടുത്താൽ തെറിവാചകം മാത്രം പറയുന്ന വിനായകൻ, മുണ്ടൂക്കി കാണിക്കുന്ന വിനായകൻ, ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ഏതൊക്കെ മരിച്ചുപോയ നേതാക്കന്മാരുണ്ടോ അവരെയൊക്കെ തെറി പറയുന്ന വിനായകൻ. ഇയാൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോൾ ഒരു ദളിത് കാർഡ് എടുത്ത് പൊക്കി കാണിക്കും. അത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഈ വിനായകൻ ഈ പറഞ്ഞു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പേപ്പട്ടിയെക്കാട്ടിലും കഷ്ടമായ രീതിയിലാണ് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ. ഇയാളെ നിയന്ത്രിക്കാനുള്ള ആരുമില്ലേ? ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ഇയാളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇയാളില്ലെങ്കിൽ എന്താ സിനിമയില്ലേ? ഇയാളെക്കാട്ടിലും എത്രയോ വലിയ നടന്മാർ വന്നിട്ടുണ്ട് ഇവിടെ, എത്രയോ വലിയ നായകന്മാർ വന്നിട്ടുണ്ട്, എത്രയോ നല്ല ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർ വന്നിട്ടുണ്ട്, ദളിതർ എത്രയോ പേര് വന്നിട്ടുണ്ട്. JC ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ മലയാള സിനിമ തുടങ്ങിയതായ അദ്ദേഹമല്ലേ? റോസി എന്ന് പറഞ്ഞ ദളിത് സ്ത്രീയല്ലേ മലയാള സിനിമയിൽ ആദ്യമായിട്ട് നായിക വേഷം കിട്ടിയത്? എത്രയോ പേർ. എന്നിട്ട് അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. JC ദാനിയേലിന്റെ പേരിൽ അവാർഡ് പോലും ഉണ്ട് മലയാള സിനിമ, അറിയാമല്ലോ. ഇത് നേരെ മറിച്ച് ഈ വിനായകരെ പോലെയുള്ള ഇങ്ങനെ ചില വൃത്തികെട്ടവന്മാർ എന്ന് ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്തിയോ അന്ന് മുതൽ ഇൻഡസ്ട്രിക്ക് കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. നടൻ വിനായകന്റെ ഫേസ്ബുക്കിലും രൂക്ഷമായ വിമർശനമാണ് പൊതുസമൂഹവും ഉന്നയിക്കുന്നത്. News 18 മേലധികാരികൾക്കും അവതാരക അപർണ കുറുപ്പിനും 12 മണിക്കുള്ളിൽ മറുപടി ഉണ്ടാകുമെന്നാണ് വിനായകന്റെ വെല്ലുവിളി. വിനായകന്റെ അറപ്പുളവാക്കുന്ന അശ്ലീല പോസ്റ്റിനെതിരെ അപർണ വാർത്ത അവതരിപ്പിച്ചതാണ് ഭീഷണിക്ക് അടിസ്ഥാനം. എന്തായാലും ഇന്നത്തെ വാർത്താ ദിനം News 18-നും
ഏറെ പ്രധാനപ്പെട്ടതാണ്. 12 മണിക്കുള്ളിൽ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ മറുപടി ഉണ്ടാകും എന്നുള്ളതാണ് വിനായകന്റെ വെല്ലുവിളി. എന്തായാലും ന്യൂസ് 18 കേരളവും കാത്തിരിക്കുകയാണ് ആ മറുപടി കേൾക്കുവാൻ വേണ്ടി എന്ന് വിനായകനോട് പറയുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് കൂടി കടന്നാൽ, മലപ്പുറം തിരൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കാട്ടിലപ്പള്ളി സ്വദേശി തുഫൈലാണ് മരിച്ചത്. വാടിക്കലിൽ രാത്രിയായിരുന്നു ആക്രമണം. 2 പേർ ചേർന്നാണ് ആക്രമിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജിഷാദ് വളാഞ്ചേരി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ജിഷാദ്, എന്താണ് സംഭവിച്ചത്? ആര്യ, മലപ്പുറം തിരൂര് കൂട്ടായിലാണ് യുവാവിനെ സംഘം കുത്തിക്കൊന്നത്. തിരൂർ വാടിക്കലിലാണ് ഈ സംഭവം നടക്കുന്നത്. കാട്ടിലപ്പള്ളി സ്വദേശി 20കാരനായ തുഫയിലാണ് മരിച്ചത്. 4 അംഗ ആൾക്കാർ ചേർന്ന് ഇന്നലെ ആക്രമിക്കുകയായിരുന്നാണ് വിവരം. വാഹനത്തിൽ പോകുമ്പോൾ 4 അംഗ സംഘം തടഞ്ഞു നിർത്തി ഈ ആളെ തുഫയിലിനെ വയറിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായെന്ന് അറിയുന്നു. അക്രമത്തിൽ പരിക്കേറ്റ തുഫയിലിനെ തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെങ്കിലും മരിക്കുകയായിരുന്നു. പോലീസ് തിരൂർ ഡിവൈഎസ്പി പ്രമാനകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ തെളിവുകളും അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുക്കലും, അതായത് അറസ്റ്റും രേഖപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു. കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മുൻവൈരാഗ്യമാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ആര്യ, ജിഷാദ് വളാഞ്ചേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്ത് 16കാരിയെ കാണാനില്ലെന്ന് പരാതി. പുത്തൂർ പാങ്ങോട് സ്വദേശിനി കീർത്തനയാണ് കാണാതായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കീർത്തന കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിരുന്നില്ല. വീട്ടുകാർ ഇല്ലാത്ത സമയത്താണ് വീട്ടിൽ നിന്ന് കീർത്തനയെ കാണാതായത്. ഇല്ല, 2 ദിവസം കൊണ്ട് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയൊന്നും പോയില്ല. പനിയാന്ന് മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂൾ വണ്ടി വന്നിട്ട് അവൾ പോകണം. അപ്പോൾ സ്കൂൾ വണ്ടി വന്നിട്ട് അവൾ കയറത്തില്ല. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഇന്ന് പോകണ്ട, മരുന്ന് കഴിക്കുന്നതിൽ വീട്ടിൽ ഇരുന്നു, അമ്മ ജോലിക്ക് പോട്ടെ, ലീവ് പറഞ്ഞിട്ടില്ലല്ലോ, നീ പോകുന്നു പറഞ്ഞപ്പോൾ അതും സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ ബസ്സിൽ സ്കൂളിൽ കൊണ്ടാക്കി. എന്നിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. വൈകിട്ട് അവൾ സ്കൂൾ വണ്ടി വരാൻ പറഞ്ഞിട്ട് ലൈൻ ബസ്സിൽ കയറിയാണ് വന്നത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വണ്ടിയിൽ തന്നെ വരുന്നെങ്കിൽ മാത്രം സ്കൂളിൽ പോയാൽ മതി, അല്ലെങ്കിൽ പിന്നെ പോകണ്ട. ഒരു ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഒരു കടയുടെ ഓപ്പോസിറ്റ്, ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് കടയുണ്ട്. ആ കടയിൽ നിന്ന് ആരാണ്ട് കണ്ട് കുഞ്ഞ് 11 മണിക്ക് ഇവിടുന്ന് ബസ് കയറിപ്പോയി എന്നൊരു ക്ലൂ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്ങോട്ട് പോയി ഇതൊന്നും ഒരു വിവരവും ഇതേ ഉള്ളൂ നമുക്ക് പറയാൻ. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകാരും എല്ലാവരും കൂടെ. നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തിയ അങ്ങനെ, കാരണം അത്രയ്ക്ക് ദുഃഖമാണ്. വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, ഇത് എന്ന് മുതലാണ് ഈ കീർത്തനയെ കാണാതായത്? കുടുംബത്തിന്റെ ഒരു സംശയം എങ്ങനെയാണ്? പോലീസ് അന്വേഷിച്ചിട്ടും ഇതുവരെ ഒരു തുമ്പും ലഭിച്ചില്ല എന്നാണോ? ആര്യ, കഴിഞ്ഞ ദിവസമാണ് കീർത്തനയെ കാണാതെയായി എന്നുള്ള ഒരു പരാതി പോലീസിൽ കുടുംബം നൽകിയിരിക്കുന്നത്. ഇത് കീർത്തന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിരുന്നില്ല എന്നാണ് പറയുന്നത്. സ്കൂളിൽ പോകാതെ കുട്ടി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കുട്ടിക്കൊരു സഹോദരി കൂടിയുണ്ട്, ചേച്ചിയാണ്, +1 പഠിക്കുന്നു. അപ്പോൾ ഈ +1 പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പോയിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് അനിയത്തിയെ കാണുവാനില്ല എന്ന് മനസ്സിലാക്കി. തുടർന്ന് അമ്മ ജോലിക്ക് പോയിരുന്ന അമ്മയെ വിവരം അറിയിക്കുന്നു. അങ്ങനെ അമ്മ വീട്ടിലെത്തിയതിനു ശേഷം ഇവർ പരിസരങ്ങളിലെല്ലാം അന്വേഷണം നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. പുത്തൂർ പോലീസ് സ്ഥലത്തെത്തുകയും ഇവരിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു. എന്തായാലും ഈ കുട്ടിയുടെ സ്കൂൾ ബാഗ് അടക്കം വീടിനുള്ളിൽ തന്നെയുണ്ട്. മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പരിശോധനകൾക്ക് നടത്തി വിശദമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സംശയം, ഈ കുട്ടി അങ്ങനെ വീട് വിട്ട് പോകാനുണ്ടായ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വീട്ടിലുണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ വഴക്കൊണ്ട് പറയുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഇവരുടെ വീടിന്റെ പരിസരത്ത് CCTVകൾ ഇല്ലാത്തെന്നുള്ളത് ഈ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ വീടിൽ നിന്നും ഒരു 100 മീറ്റർ അകലെയായിട്ട് ആണ് ജംഗ്ഷൻ ഉള്ളത്. ജംഗ്ഷനിൽ ഒരു കടക്കാരൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി ഒരു ബസ്സിൽ കയറി പോയി എന്നുള്ളൊരു മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജീൻസും ടോപ്പും ധരിച്ച വേഷം ആണ് എന്ന് ഒരു കടക്കാരൻ മൊഴി നൽകി എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആര്യ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഉടൻ തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കുടുംബം വളരെ ദുഃഖത്തിലാണ്. വളരെ കുടുംബം എന്താണ് പറയുന്നത്? അതായത് ഈ പനി ഉണ്ടായിരുന്നു കുട്ടിക്ക്, ഈ പനിയുടെ കാരണം പറഞ്ഞ് സ്കൂളിൽ പോകാതിരുന്നു, 2 ദിവസമായി ലീവായിരുന്നു. പിന്നീട് സ്കൂൾ ബസ് വന്നപ്പോൾ അതിൽ കയറാൻ കൂട്ടാക്കാതെ വാശി പിടിച്ചു എന്നൊക്കെ പറയുന്നു. മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു
അസ്വാഭാവികത ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ വല്ലതും കുടുംബത്തിന് തോന്നിയിരുന്നോ? അത്തരത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആര്യ, അത്തരത്തിലുള്ള സംശയം പോലീസിനുമുണ്ട്. പോലീസ് വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുന്നുണ്ട്. പക്ഷേ കുടുംബത്തിലെ അമ്മ നമ്മളോട് പറഞ്ഞത് കുട്ടി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ വീട്ടിലില്ല എന്നുള്ള ഒരു മൊഴിയാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് 2 ദിവസമായി പനിയാണ്. പനി ആയതുകൊണ്ടാണ് സ്കൂളിൽ പോകാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഇനിയിപ്പോൾ ഈ അമ്മയുമായിട്ട് വഴക്കുണ്ടായിട്ടാണോ പോകാഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഈ നാട്ടുകാരും അതുപോലെ സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു തിരച്ചിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും സമീപ പ്രദേശങ്ങളിലടക്കം കുട്ടിക്കായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്. ആര്യ. ഓക്കെ, എസ് വിനീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊല്ലം പുത്തൂർ പാങ്ങോട് സ്വദേശിനിയായ 16-കാരി കീർത്തനയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. അപ്പോൾ കുട്ടി ഒരു ബസ്സിൽ കയറി പോകുന്നത് കണ്ടു എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അന്വേഷണം പുരോഗമിക്കുകയാണ്. കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5 പിടികൂടാനുള്ള ദൗത്യം ഇന്ന് തുടങ്ങും. മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം ആനയെ കാട്ടിലേക്ക് തുരത്താനാണ് പദ്ധതി. പരിക്ക് ഗുരുതരമല്ലെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയേക്കും. പ്രജിത്ത് കോങ്ങാട് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, എങ്ങനെയാണ് ഈ ദൗത്യം ആലോചിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അത് നടപ്പാക്കാനുള്ള ഒരു പദ്ധതി? ആര്യ, കുറച്ചു കാലങ്ങളായിട്ട് PT7 കഞ്ചിക്കോട്, കൊട്ടേക്കാട്, മലമ്പുഴ ഭാഗങ്ങളിൽ എല്ലാ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലയിലും പൊതുശല്യമായി കൊണ്ടിരിക്കുകയാണ് ആന. ആനയ്ക്ക് കണ്ണിന് പരിക്കേറ്റത് മൂലം ആന കവുൾക്കാട്ടിലേക്ക് പോകുന്നതുമില്ല. PT5 കണ്ണിന് പരിക്കേറ്റ ചികിത്സ അല്പസമയത്തിനകം തുടങ്ങും. മയക്കുവഴി വെച്ച് ചികിത്സ നൽകിയതിനു ശേഷം കാട്ടിലേക്ക് തുരത്തുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പരിക്ക് ഗുരുതരമാണെങ്കിൽ മാത്രം ബേസ് ക്യാമ്പിലേക്ക് മാറ്റും. വെറ്റിനറി സർജൻ അരുൺ സക്കരയുടെ നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുന്നത്. ഇന്ന് ദൗത്യം നടക്കുന്ന മലമ്പുഴ കവ മേഖലകളിലേക്ക് ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട്. ഇപ്പോൾ മലമ്പുഴ കവ ഇമേജിന് സമീപമാണ് ആനയുള്ളത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 9 മണിക്ക് ശേഷം ദൗത്യം തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ. ഓക്കെ, പ്രജിത്ത് കോങ്ങാടാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ജനവാസ മേഖലയിൽ പുലി വിഹരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനം മന്ത്രിക്ക് നിവേദനം നൽകി. 59 പേരുടെ ജീവനെടുത്ത കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 6 വയസ്സ് തികയുകയാണ്. 2019 ഓഗസ്റ്റ് 8-നായിരുന്നു ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നത്. 6 വർഷങ്ങൾക്കിപ്പുറം ദുരന്തഭൂമി കാട് കയറി മൺകൂനകൾ നിറഞ്ഞ ഒരു പ്രദേശമായി മാറി. ഈ പ്രദേശം പഴയതുപോലെ കൃഷിഭൂമി ആക്കി നൽകാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ പോരാട്ടം. ദുരന്തബാധിതരുടെ പുനരധിവാസം പൂർത്തിയായെങ്കിലും പലതിലും ആക്ഷേപം ഉയരുന്നുണ്ട്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് ആലങ്കാരികമായി നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണെന്ന് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകും. ഞാനുള്ളത് നിലമ്പൂർ ഭൂതാനം കവളപ്പാറയിലാണ്. 2019 ഓഗസ്റ്റ് 8-ാം തീയതി രാത്രിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആ മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങി 59 ജീവനുകളെ കവർന്നത്. മാത്രമല്ല ഒരു നാടൊന്നാകെ ഈ മണ്ണിനടിയിലാവുകയും ചെയ്തു. 6 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. ദുരന്തഭൂമിയാണ് ഇതെന്ന് ആദ്യം ഇവിടെ എത്തുന്ന ആർക്കും തന്നെ മനസ്സിലാകില്ല. അന്ന് കുന്നിറങ്ങി ഈ പ്രദേശം ഒന്നാകെ മൂടിപ്പോയിരുന്നു. ഇന്നിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും 15 ഏക്കറിലധികം സ്ഥലം ഇതുപോലെ കാട് പിടിച്ച് ചെറിയ ചെറിയ മൺകൂനകളായി അത് ചെറിയ കുന്നുപോലെയൊക്കെ ആയിട്ട് മൂടപ്പെട്ട രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഈ കാട് മൂടിക്കിടക്കുന്ന ഈ മണ്ണ് നിറഞ്ഞ പ്രദേശം പഴയ രീതിയിൽ കൃഷിയോഗ്യമാക്കി അവർക്ക് ലഭിക്കണം എന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 15 ഏക്കറിലെ മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ കൃഷിയോഗ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 10 ദിവസം മുൻപ്
മലപ്പുറത്ത് കളക്ടർ ചേംബറിൽ തന്നെ ഒരു യോഗം വിളിച്ചു. അതിൽ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞാൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, തഹസിൽദാർ എല്ലാവരും കൂടി യോഗം ഭൂമി നിരപ്പാക്കുന്നതിന് വേണ്ടി 15 ഏക്കർ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ AXക്ക് ചുമതല കൊടുത്തു. AX അത് എസ്റ്റിമേറ്റ് 4 ദിവസം കൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് കളക്ടറേറ്റിലേക്കും അയച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ടെൻഡർ നടപടികൾ ആരംഭിക്കും. ഈ വരുന്ന ഓഗസ്റ്റ് 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ മറുപടി ഈ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിന് കോടതിയിൽ സമർപ്പിക്കും. ഒരു മാസത്തിനുള്ളിൽ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കും. ഏതാണ്ട് 53 ഏക്കർ ഭൂമിയിൽ 85 ലക്ഷം രൂപ ബാങ്കിൽ കുടിശ്ശികയായി കിടക്കുന്ന ലോണുകളുണ്ട്. ആ ലോണുകളുടെ വിശദമായ റിപ്പോർട്ടും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടും അന്വേഷണ വിധേയമായിട്ട് സാധൂകരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് കളക്ടർ സർക്കാരിലേക്ക്, കോടതിയിലേക്കൊക്കെ സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 100% തീരുമാനമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കൃഷിഭൂമി എന്തായാലും ഈ 15 ഏക്കർ ഭൂമി എത്രയും വേഗം നിരത്തി കിട്ടും എന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ദുരന്തത്തിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് നാശം വന്നിരുന്നു. 59 ജീവന് പുറമെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വീടും സ്വത്തുമെല്ലാം നഷ്ടമായിരുന്നു. പുനരധിവാസമായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. പുനരധിവാസം ഈ കാലയളവിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നാടൊന്നാകെ പല മേഖലകളിലായി ചിതറിപ്പോകുന്ന സാഹചര്യമാണ്. പലയിടങ്ങളിലായിട്ടാണ് പുനരധിവാസം നടപ്പാക്കിയത്. അതിൽ തന്നെ എല്ലാവർക്കും പുനരധിവാസം ലഭിച്ചെങ്കിലും അനർഹരും ആ പട്ടികയിൽ കയറിക്കൂടിയെന്ന ആക്ഷേപവും വ്യാപകമായി ഉയരുന്നുണ്ട്. അവസാന ഘട്ടത്തിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളിൽ പലരും അനർഹരാണ്. അതൊക്കെ പല സാഹചര്യം കൊണ്ട് നമ്മൾ കേസിൻ്റെ ഭാഗമായിട്ടാണ് അവസാനത്തെ 26 കുടുംബങ്ങളുടെ പ്രഖ്യാപനം വന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിൽ റിപ്പോർട്ടുകൾ ഹാജരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 72 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തപ്പോൾ ജിയോളജി റിപ്പോർട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ആദ്യ ഘട്ടത്തിൽ എന്ന നിലയ്ക്കാണ് ഈ 3-ാം ഘട്ടം 26 കുടുംബങ്ങളെ പ്രഖ്യാപിച്ചത്. അതിൽ കൂടുതലും അനർഹരാണ്. അവർക്ക് പല വീടുകളുണ്ട്. അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കൊടുത്ത് സർക്കാർ കൈ കഴുകുകയാണ് അന്ന് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 7 കേസായിരുന്നു അന്ന് മുതൽ നമ്മൾ കോടതിയെ സമീപിച്ചത്. അതിൽ 5 എണ്ണം നമുക്ക് അനുകൂല വിധി വന്നു. ഇനി 2 കേസുകളാണുള്ളത്. അതിലൊരു 72 കുടുംബങ്ങളെ ഭീഷണി നേരിടുന്ന മുത്തപ്പൻമലയുടെ മറ്റു വശങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും, മറ്റൊന്ന് ഈ പറഞ്ഞിട്ടുള്ള കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി തരിക, അതിന് കഴിയാത്ത ഭൂമിയിൽ ആനുപാതികമായിട്ടുള്ള നഷ്ടം തരിക അല്ലെങ്കിൽ പകരം ഭൂമി തരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊടുത്തിട്ടുള്ള ഈ 2 കേസുകളാണ് ഇനിയുള്ളത്. ഈ 2 കേസുകളും അതിൽ ഈ ഒരു കൃഷിഭൂമിയുടെ കേസ് ഏതാണ്ട് തീരുമാനമായ മട്ടാണ്. ഇവിടെ ഈ ഒരു ദുരന്തഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുകളിലേക്ക് കാണാം ആ ദുരന്തമുണ്ടായ, അതായത് മണ്ണ് ഇടിഞ്ഞിറങ്ങിയ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ അടയാളം ഉള്ളത്. മറ്റെല്ലാം തന്നെ ഇതിനോടകം കാട് മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഇടമാണ് അതെന്ന് തോന്നണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ മുകളിൽ ആ കുറച്ച് സ്ഥലത്ത് മാത്രം ആ മണ്ണ് ഇടിച്ചിറങ്ങിയതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇടമുണ്ട്. മറ്റെല്ലായിടത്തും തന്നെ കാട് മൂടി, ചെടികൾ വളർന്നു, ഒരു വന്യമൃഗശല്യമുള്ള പ്രദേശമായിട്ട് ഈ ഒരു മേഖല ഒന്നാകെ മാറിയിട്ടുണ്ട്. ഈ കാട് മൂടിയ മേഖലയിലേക്ക് ആനകളൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മേഖല അത് കൃഷിയോഗ്യമാക്കി ലഭിക്കുന്നതോടെ അവരുടെ ഉപജീവനം വലിയ തോതിൽ തന്നെ പഴയ പോലെ തന്നെ ആകുമെന്ന പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇവരുടെ ഈ പ്രദേശങ്ങളിൽ ലോണിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 85 ലക്ഷത്തിലധികം രൂപ ഈ മേഖലകളിൽ പല കുടുംബങ്ങളും ഈ മണ്ണിടിച്ചിലിൽ പെട്ട പ്രദേശം അതിൻ്റെ രേഖകൾ ബാങ്കിൽ സമർപ്പിച്ച് ലോൺ എടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ഈ ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലതവണ അവർക്ക് നോട്ടീസ് വരുന്നുണ്ട്, ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. ആ കാര്യത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിലും ഈ നാട് വലിയ തോതിൽ തന്നെ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ കാര്യത്തിലും ഒരു പരിഹാരം വേണമെന്ന് ഈ നാട്ടുകാർ
ഒന്നാകെ ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യവും സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ 6 വർഷത്തിനിപ്പുറം ഈ ഒരു മേഖലയിലെത്തുമ്പോൾ ഭൂപ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ ഒട്ടനേകമുണ്ട്. ദുരന്തഭൂമി ആണെന്ന് പെട്ടെന്നൊരാൾക്കും മനസ്സിലാവാൻ കഴിയാത്തത്ര മാറിയിട്ടുണ്ട് ഈ ഒരു പ്രദേശമൊന്നാകെ. കാട് മൂടി ഒരു സാധാരണ പ്രദേശം പോലെ പലതും പലയിടങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം ഈ ഒരു ദുരന്തം ഈ നാടിനുണ്ടാക്കിയ നഷ്ടം ഏറെ വലുതാണ്. 59 ജീവനുകളിൽ 48 പേരെ മാത്രമാണ് ഈ മണ്ണിൽ നിന്ന് കണ്ടെത്താനായത്. 11 പേർ ഈ മണ്ണിനടിയിൽ എവിടെയോ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കണ്ടെത്താൻ കഴിയാതെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് ഈ ഒരു കവളപ്പാറ ദുരന്തം എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ വലിയ ഒരു വേദനയായിട്ട് തന്നെ നിലനിൽക്കും. എന്താണെങ്കിലും കാലം പല മുറിവുകളും മാച്ചു, പ്രകൃതി തന്നെ പല അടയാളങ്ങളെയും മാച്ചു. പക്ഷേ ഈ നാട്ടുകാർക്ക് അവരുടെ ജീവൻ അവസാനിക്കുന്ന കാലം വരെയും ഈ കവളപ്പാറ ദുരന്തം എന്നും വലിയ വേദനയായി തന്നെ ഉള്ളിലുണ്ടാകും. കവളപ്പാറയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. സമാനമായ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉത്തരാഖണ്ഡിലെ ധരാലിയിലും ഉണ്ടായത്. അവിടെ ഉണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ് എന്നതാണ് സാഹചര്യം. 60-ലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ധരാലിയിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ കഠിന പരിശ്രമത്തിലാണ്. അതേസമയം ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ മലയാളി സംഘത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനാണ് നീക്കം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ റോഡ് ശരിയാക്കിയാൽ മാത്രമേ ഈ കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇനി തുടരാൻ കഴിയൂ എന്നതാണോ സാഹചര്യം? ഇപ്പോൾ അതിൻ്റെ ഒരു ഗതി എങ്ങനെയാണ്? ആര്യ, രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുണ്ട് എങ്കിൽ മാത്രമേ കൂടുതൽ ഊർജിതമായിട്ട് ഈ കല്ലും മണ്ണും ഒക്കെ നീക്കി ഈ ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടത്താനാകൂ എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. കാരണം ഏകദേശം 60 അടിയോളം ഉയരത്തിൽ ഈ കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അതായത് ഒരു 2-3 നില കെട്ടിടത്തിൻ്റെയൊക്കെ പൊക്കത്തിൽ അത്രത്തോളം മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. അതിനടിയിലാണ് ഈ ജനങ്ങളുള്ളത് എന്നുള്ളതാണ്. 60-ലധികം പേരെ കാണാനുണ്ട് എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ഇവരെ പുറത്തെത്തിക്കണമെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. JCB ഉൾപ്പെടെയുള്ളവ ഇതുവരെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ റോഡിൻ്റെ പണികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. BRO ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ പരിശ്രമത്തിലാണ്. കാരണം ഈ ധരാലി എന്ന ഗ്രാമത്തിൽ, ഒലിച്ചുപോയ ധരാലി എന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയായിട്ടുള്ള ഭട്വാലയിലാണ് ഈ പണികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവിടെയാണ് ഈ റോഡ് പൂർണ്ണമായും ഇങ്ങനെ പലയിടങ്ങളിലായി ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ പൂർണ്ണമായും തകർന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. പലയിടത്തും ഈ പണികളൊക്കെ നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ റോഡ് പണിയും തോറും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നു, കല്ലുകൾ പൊടുന്നനെ ഈ റോഡിലേക്ക് പതിക്കുന്നു, വീണ്ടും ഈ നവീകരിച്ച റോഡ് വീണ്ടും തകർന്നു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളത്. മറ്റൊന്ന്, ഈ റോഡ് നവീകരിച്ച് വരുന്നതിന് ശേഷം പിന്നീട് ഏകദേശം 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഗഗ്നാനി എന്ന പ്രദേശമുണ്ട്. ഗഗ്നാനിയിൽ ഒരു വലിയൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലം പൂർണ്ണമായും ഈ ഒരു മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക പാലം അവിടെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആ താൽക്കാലിക പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ റോഡ് പണി പൂർത്തിയാകാതെ ഈ പാലം നിർമ്മാണത്തിലേക്ക് കടക്കാനാകില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. അത്രത്തോളം അവിടെ അങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ അങ്ങനെ ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തൊട്ട് മറു സൈഡിൽ വലിയ പാറക്കെട്ടുകളാണ്, മറു സൈഡിലേക്ക് നോക്കുമ്പോൾ വലിയ കൊക്കയാണ്, ആഴമുള്ള വലിയ കൊക്കയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ അത് വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ ഈ പ്രവർത്തനം അത് പൂർണ്ണ തോതിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ 190-ലധികം പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 60ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗിക കണക്കല്ല എങ്കിൽ പോലും തന്നെ ഇപ്പോഴും അതിൻ്റെ പരിശോധനകൾ നടന്നു വരികയാണ്. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ പരിശോധന നടത്തിയാൽ മാത്രമേ അതിൻ്റെ കണക്കുകൾ വ്യക്തമാവൂ എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അവിടെ കുടുങ്ങിയിട്ടുള്ള ഗംഗോത്രിക്ക് സമീപം
കുടുങ്ങിയിട്ടുള്ള 28 മലയാളികൾ, 20 മലയാളികൾ മുംബൈയിൽ നിന്നുള്ളവരാണ്, 8 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. ഇവരെ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുകയാണ്. കാരണം കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇന്നും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ഒപ്പം തന്നെ ഒക്കെ വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായാൽ അവരെ എയർലിഫ്റ്റ് ചെയ്ത് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഒറ്റപ്പാത മാത്രമേ ഉള്ളൂ, ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഗംഗോത്രിക്ക് പോകാനായിട്ടുള്ളത്. ആ റോഡാണ് തകർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗത, അതായത് റോഡ് മാർഗം ഇവരെ പുറത്തെത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ ഈ റോഡ് നവീകരണം നടത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യെസ്, MJ മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ ഇനി ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുമായി മടങ്ങിയെത്താം. ലൂഡോ കളിക്കുന്നത് വിരൽ ഞൊടിക്കുന്ന പോലെ വീണ്ടും രാവിലെയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അർജന്റീന ടീം ഒക്ടോബറിൽ അമേരിക്കയിലേക്ക്, ഷിക്കാഗോയിലാണ് മത്സരങ്ങൾ. ഇതോടെ ഒക്ടോബറിൽ അർജന്റീന കേരളത്തിലേക്ക് എത്തില്ല എന്ന് ഉറപ്പായി. ഒക്ടോബറിലെ ഫിഫ വിൻഡോയിൽ ചൈനയിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. നവംബർ 10-നും 18-നും ഇടയിലാണ് അടുത്ത വിൻഡോ. അങ്കോളയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നവംബർ 11-ന് അങ്കോളയിൽ സൗഹൃദ മത്സരം കളിക്കേണ്ടതുണ്ട്. ശേഷിക്കുന്ന 7 ദിവസങ്ങളിലേക്കാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. എൽദോ പോൾ പുതുശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ഗുഡ് മോർണിംഗ്. ഈ നവംബറിലെ വിൻഡോയിലേക്കാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് സ്പോൺസർ പറയുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. നവംബറിൽ 10 മുതൽ 18 വരെയാണ് ഫിഫ വിൻഡോ പ്രകാരം അർജന്റീന ടീമിനോ അല്ലെങ്കിൽ മറ്റേത് രാജ്യാന്തര ടീമിനോ മറ്റ് സൗഹൃദ മത്സരം കളിക്കാനുള്ള സമയം. അതായത് ഫിഫ വിൻഡോ ഒക്ടോബറിലെ 8 ദിവസം കഴിഞ്ഞാൽ പിന്നീടുള്ളത് 10 മുതൽ 18 വരെ, അത് നവംബറിലാണ്. അതിനുശേഷം വരുന്നത് 2026 മാർച്ചിലുമാണ്. അപ്പോൾ ഈ വർഷം തന്നെ അർജന്റീനയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ആദ്യ ഘട്ടം അത് ഒക്ടോബറിൽ നടത്താനായിരുന്നു പദ്ധതി. കേരളത്തിൽ ഒക്ടോബറിൽ മത്സരം നടത്താൻ അർജന്റീനയുമായി ധാരണയെത്തി എന്നായിരുന്നു സ്പോൺസർമാർ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് പങ്കുവച്ചതും. പക്ഷേ അത് സാധിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഒക്ടോബറിൽ ചൈനീസ് സന്ദർശനം എന്നുള്ളതായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ അർജന്റീന ടീമിനൊപ്പം സ്ഥിരമായി ഉള്ള മാധ്യമപ്രവർത്തനങ്ങൾ ഗ്യാസ് ഡ്യൂൾ ഒപ്പം TYC സ്പോർട്സും ട്വീറ്റ് ചെയ്യുന്നത് പ്രകാരം അർജന്റീനയുടെ ചൈനീസ് പര്യടനം അത് റദ്ദാക്കുകയാണ്. ചൈനീസ് പര്യടനം ഒഴിവാക്കുന്നു. പകരം അർജന്റീന അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ 2 മത്സരങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 മത്സരങ്ങളിൽ ഒന്ന്, ആദ്യത്തെ മത്സരത്തിൽ മെക്സിക്കോ എതിരാളിയാകും. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ ആരാണ് എതിരാളി എന്നുള്ളതിൽ വ്യക്തത അവർ നൽകുന്നുമില്ല. മാത്രമല്ല അർജന്റീനയിലെ മറ്റു മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അർജന്റീന ഒക്ടോബറിൽ പോകുന്നത് അമേരിക്കയിലായിരിക്കും. ചൈനീസ് പര്യടനം ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ ഇനി കേരളത്തിലേക്ക് ലയണൽ മെസ്സിയും അർജന്റീന സംഘവും എത്തണമെങ്കിൽ അത് പ്രതീക്ഷ വെക്കേണ്ടത് നവംബർ മാസത്തിലാണ്. നവംബർ 10 മുതൽ 18 വരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഫിഫ വിൻഡോ ഉള്ളത്. അപ്പോൾ അതിൽ നവംബർ 11-ാം തീയതി തന്നെ അങ്കോളയിൽ അർജന്റീന ഒരു മത്സരത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അങ്കോളയുടെ 50ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അർജന്റീന അങ്കോളയ്ക്കെതിരെ ഒരു സൗഹൃദ മത്സരത്തിന് സന്നദ്ധത അറിയിക്കുകയും അതിലേറെക്കുറെ സ്ഥിരീകരണം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവംബർ 11-ാം തീയതി അപ്പോൾ അർജന്റീന അങ്കോളയിലായിരിക്കും. പിന്നീടുള്ള 5-6 ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏറെക്കുറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും യാത്ര, ഒപ്പം തന്നെ കേരളത്തിലേക്കുള്ള അത്രയും ദൂരത്തുള്ള യാത്ര, മാത്രമല്ല ഈ ദിവസങ്ങളിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നതിലെ പ്രതിസന്ധികൾ, ഇങ്ങനെ ഒരുപാട് കടമ്പകൾ ഉണ്ട്. ആ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ കാണാം. പക്ഷേ സ്പോൺസർമാർ എപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. അവർ പ്രതീക്ഷ ഉണ്ട് എന്നുള്ള വാർത്തയാണ് കൈമാറുന്നത്. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു. മാത്രമല്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി കേരളത്തിലേക്ക് വരില്ല എന്ന് അറിയിച്ചിട്ടില്ല എന്നും സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ വിൻഡോ പരിശോധിക്കുമ്പോൾ, അർജന്റീനയുടെ ഫിക്സറുകൾ പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം അത്തരത്തിലാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്.
ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബറിൽ അർജന്റീന എന്തായാലും അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ ഷിക്കാഗോയിലാണ് മത്സരം. ഷിക്കാഗോയിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപനം. അതിൽ ഒന്ന് മെക്സിക്കോയ്ക്കെതിരെയാണ്. രണ്ടാമത്തെ പ്രഖ്യാപനം വന്നിട്ടില്ല. എന്തായാലും ചൈനീസ് സന്ദർശനം ഒഴിവാക്കി എങ്കിൽ പോലും അവിടെ ഇന്ത്യയോ കേരളത്തിന്റെ പേര് പട്ടികയിലോ മത്സരക്രമത്തിലോ ഒന്നുമില്ല. നിലവിൽ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ അർജന്റീന ടീം സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ നൽകുന്ന വിവരം അമേരിക്കയിലേക്കാണ് ഒക്ടോബറിൽ അർജന്റീന പോകുന്നത്. നവംബറിൽ അങ്കോളയിലും അർജന്റീന മത്സരം കളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ പ്രതീക്ഷ പുലർത്തേണ്ടതില്ല. ഇക്കൊല്ലം അർജന്റീന കേരളത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ആര്യ. തീർച്ചയായും എൽദോ പോൾ പുതുശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നവംബറിൽ അമേരിക്കയിലേക്ക് പോവുകയാണ് അർജന്റീന എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അപ്പോൾ നവംബറിൽ ഇനി കേരളത്തിലേക്ക് വരില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അവശേഷിക്കുന്നത് നവംബറിലെ 7 ദിവസത്തെ സാധ്യതയാണ്. പക്ഷേ ആ ഒരു 7 ദിവസത്തിൽ ഇപ്പോൾ ഈ ഫിക്ചറുകളൊക്കെ പരിശോധിക്കുമ്പോൾ വരാനുള്ള സാധ്യത പല പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ കേരളത്തിലേക്ക് എത്തുമോ മെസ്സിയും സംഘവും എന്നുള്ള കാര്യം ആ ഒരു പ്രതീക്ഷ ഇനി അത്രത്തോളം വെക്കേണ്ടതില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ചർച്ചകൾ നടക്കുകയാണ്, പ്രതീക്ഷ വെച്ചോളൂ എന്നുള്ളൊരു വാഗ്ദാനമൊക്കെ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുമുണ്ട് ഇപ്പോഴും. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ഔദ്യോഗിക പരസ്യ ചിത്രവും സോണിക് മ്യൂസിക് പുറത്തിറക്കി. തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്തിൽ നടന്ന ചടങ്ങിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാർ പരസ്യചിത്രത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. താരത്തിളക്കത്താൽ സമ്പന്നമായ പ്രചാരണ പരിപാടികൾ കൂടി ചേരുന്നതോടെ KCL 2ാം സീസൺ വൻ വിജയമാകുമെന്നും KCA സെക്രട്ടറി പറഞ്ഞു. ഒരാഴ്ചയായിട്ട് പറയാം, പ്ലാൻ ചെയ്യാൻ വിടാൻ പറ്റില്ല. എന്ത് പരിപാടിയാണ് ഈ KCL T20 കാണുന്നല്ലേ ഈ 2 മണി മോശമാണ്. KCL T20 ആവേശക്രിക്കറ്റ് പോലെ ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 7 സ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് പ്ലസിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ തത്സമയം കാണൂ ആവേശക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗ്. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങും. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ പാർട്ടി ഘടകങ്ങളെ പ്രതിനിധീകരിച്ച് 410 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മാങ്കോട് രാധാകൃഷ്ണൻ തുടർന്നേക്കും. ജില്ലാ നേതൃത്വത്തിൽ ചേരിതിരിവ് നിലനിൽക്കുന്നതിനാൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കാനും സാധ്യതയുണ്ട്. ശബരിമലയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം. മലയാളി സംഘടനകളിലെ 3000-ഓളം തീർത്ഥാടകരെയാണ് സംഗമത്തിലേക്ക് ക്ഷണിക്കുക. അയ്യപ്പ ഭക്തരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കലാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബറിൽ കന്നിമാസത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം. സെപ്റ്റംബർ 16-ന് കന്നിമാസ പൂജയുടെ ഭാഗമായി നട തുറക്കും. 21-ന് നടയടയ്ക്കും. ഈ സമയത്താണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുക. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗമത്തിൽ 3000 തീർത്ഥാടകരെയാണ് ക്ഷണിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമായും സെപ്റ്റംബർ മാസം 3-ാം വാരത്തിലാണ് അത് സംഘടിപ്പിക്കുക. ആദ്യ ദിനം സംഗമത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം നൽകും. 2ാം ദിനമായിരിക്കും പമ്പയിൽ ഒരുക്കുന്ന പന്തലിൽ സംഗമം. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഗമം. ശബരിമലയെ ആഗോള ആത്മീയ കേന്ദ്രമായി ഉയർത്തുക, സർവമത സമഭാവനയുടെയും സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. വിശ്വമാനവയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക,
ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. സാമുദായിക സംഘടനകൾ, മലയാളി സംഘടനകൾ, ലോക കേരള സഭയിലെ അംഗങ്ങൾ എന്നിവർക്കിടയിൽ നിന്നാണ് സംഗമത്തിലെ പ്രതിനിധികളെ ക്ഷണിക്കുക. കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ, ആത്മീയ നേതാക്കൾ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാനാണ് ശ്രമം. അയ്യപ്പ ഭക്തർക്ക് തീർത്ഥാടനാനുഭവം പങ്കുവെക്കുന്നതിനുള്ള സെഷനും സംഗമത്തിലുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മഴക്കാലത്ത് ദൃശ്യഭംഗി കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപത്തെ ഞണ്ടുറുക്കി വെള്ളച്ചാട്ടം. തട്ടുതട്ടുകളായി ഒഴുകുന്ന വെള്ളച്ചാട്ടം തീർക്കുന്ന വിസ്മയം കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. പൂമാലയ്ക്ക് സമീപം കുളമാവ് റോഡരികിലാണ് ഈ മനോഹര വെള്ളച്ചാട്ടം. വലിയ ഉയരത്തിൽ നിന്നും പാറക്കെട്ടുകളെ തഴുകി നുരഞ്ഞു പതഞ്ഞ് താഴേക്ക് പതിക്കുന്നു. ഈ കാഴ്ച ആരെയും അതിശയിപ്പിക്കും. വെള്ളച്ചാട്ടത്തെ അടുത്തുനിന്ന് കാണാൻ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഞണ്ടിറുക്കിയുടെ പ്രത്യേകത ഒന്ന് വേറെ തന്നെ. സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഈ വെള്ളച്ചാട്ടം. മനം കവരും മലനിരകൾക്കൊപ്പം വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗിയും വേറിട്ടതാണ്. വേനൽക്കാലത്തും വറ്റാതെ ചെറിയ തോതിലെങ്കിലും ഈ വെള്ളച്ചാട്ടം കാണാനാകും. മഴ ശക്തമാകുന്നതോടെ നീരൊഴുക്കിന്റെ സ്വഭാവം പൊടുന്നനെ മാറി കുത്തിയൊഴുകാൻ തുടങ്ങും. കോടമഞ്ഞുകൾക്കിടയിൽ പാറക്കെട്ടുകളിൽ നിന്നും ഒഴുകുന്ന കൊച്ചരുവികളും അപൂർവ കാഴ്ചകളിൽ ഒന്നാണ്. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഇടമാണ് ഞണ്ടിറുക്കിയും അതിനോട് ചേർന്ന പ്രദേശങ്ങളും. കാടിന്റെ വന്യത വിളിച്ചോതുന്ന ഇടമാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന സമീപ പ്രദേശങ്ങൾ. ഞണ്ടിറുക്കിക്ക് പുറമെ നിരവധി കൊച്ചുവെള്ളച്ചാട്ടങ്ങളും സമീപത്തുണ്ട്. ആദ്യകാലങ്ങളിൽ ഞണ്ടുകളേറെ കണ്ടിരുന്ന പ്രദേശമായതിനാലാണ് ഞണ്ടിറുക്കി എന്ന പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. മൈജിയുടെ ഈ വർഷത്തെ ഓണം ഓഫർ മൈജി ഓണം മാസ് ഓണം സീസൺ 3 ലോഞ്ച് ചെയ്തു. കൊച്ചിയിലെ ഹോട്ടൽ മാരിയറ്റിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ AK ഷാജി, ബ്രാൻഡ് അംബാസിഡർമാരായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സംവിധായകൻ ജിസ് ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. സീസൺ 3ൽ 25 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉള്ളത്. ഞാനിവിടെ പുതിയതാ. താങ്കളാരാ? கொஞ்சம் கீழே பார். டிஸ்கவுண்டுகளும் ஆஃபர்களும் கிரேட்டஸ்ட் ஆஃப் ஆல் டைம். கொஞ்சம் மேலே பார். ഒന്നിച്ചു നിന്നാൽ ഓണം കളറാക്കാം, ഡബിൾ മാസാക്കാം. ഇതിലും വലുത് ഇതുവരെ
എന്നുമെന്നും നേടാനായി ഏകമുണ്ട് നാടാകെ മൈജി ഫ്യൂച്ചർ സ്റ്റോർ ചിതറുമീ ചുവടുകൾ ചിലമ്പിടും ചിറകുകൾ ഇറക്കി മറിച്ച് മനസ്സ് നിറച്ചു പൊന്നോണം 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. ഓഫറൊക്കെ തീർന്നില്ലേ? മൈജി അല്ലേ വന്നിട്ടേ മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഇൻവെർട്ടർ ബാറ്ററി നിർമ്മാതാക്കളായ ഫ്ലയോൺ ബാറ്ററീസ് ലിഥിയം പെറോഫോസ്ഫേറ്റ് ബാറ്ററികൾ വിപണിയിൽ ഇറക്കി. ഗാർഹിക വ്യാവസായിക ഉപയോഗത്തിനായി 100 AHL 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ട്, 51.2 വോൾട്ട് ബാറ്ററികളാണ് ലിഥിയോൺ എന്ന ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ബാറ്ററികളിൽ 4 മണിക്കൂർ വരെ ബാക്കപ്പ് ലഭിക്കും. പാലക്കാട് കഞ്ചിക്കോടുള്ള ഫാക്ടറിയിൽ നിന്നും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫ്ലയോൺ ബാറ്ററികൾ ഗുണമേന്മ കൊണ്ടാണ് വിപണി കീഴടക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ശ്രീരാജ് മോഹനൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ വാർത്താ ദിനം ന്യൂസ് 18നെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് ഒന്നും കൊണ്ടുമല്ല, പറഞ്ഞതുപോലെ പ്രശസ്തനായ മലയാളത്തിൻ്റെ നടൻ വിനായക് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്കെതിരെ പൊതുസമൂഹത്തിന് നിരക്കാത്ത തരത്തിലുള്ള അശ്ലീലമായ പ്രവൃത്തികൾ ചെയ്തതിൻ്റെ പേരിൽ ചർച്ച നടത്തിയതിനും ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇന്ന് 12 മണിക്കുള്ളിൽ ആ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയിരിക്കുന്നത്, വെല്ലുവിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മറുപടി കേൾക്കാനായി ന്യൂസ് 18 കേരളം കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 കേരളത്തിൻ്റെ പ്രേക്ഷകരും ന്യൂസ് 18നോടൊപ്പം തന്നെ തുടരുക. നമുക്ക് വരും ബുള്ളറ്റിനുകളിലെല്ലാം ഈ വിഷയങ്ങളടക്കം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം ചർച്ച ചെയ്യാം. അപ്പോൾ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ്.